ചാരിത്രത്തിൻ്റെ ഒരു അപ്കമിങ് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രാത്രി ഭക്ഷണം കഴിക്കാനായി വേദ വിക്രമിനെ വിളിക്കുന്നുണ്ട്. വിക്രം വാ, ഭക്ഷണം കഴിക്കാം, ഞാൻ ചപ്പാത്തി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നീ ഈ സമയമാവുമ്പോഴേക്കും വിശക്കുന്നു എന്ന് പറഞ്ഞ് എന്നെ ശല്യം ചെയ്യാറുണ്ടല്ലോ, ഇന്നെന്തു പറ്റി എന്ന് പറഞ്ഞ് വേദ നോക്കുന്ന സമയത്ത് വിക്രം ഒന്നും മിണ്ടുന്നില്ല. വേദ ഒന്നും കൂടി വിക്രമിനെ സൂക്ഷിച്ചു നോക്കുന്നുണ്ട്. അപ്പോഴാണ് വേദ കാണുന്നത് വിക്രം കരയാണ്. വിക്രമിൻ്റെ കണ്ണിൽ നിന്നും തുരുതുര കണ്ണുനീര് ഇങ്ങനെ വരുന്നുണ്ട്. വേദ അന്തം വിട്ട് ചോദിക്കുന്നുണ്ട്, എന്തു പറ്റി വിക്രം, നീ എന്താ ഒന്നും മിണ്ടാതെ നിൽക്കുന്നത്, നീ കരയുകയാണോ? ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട്, നിനക്കൊരു കാര്യമറിയോ വേദേ, എൻ്റെ അച്ഛനും അമ്മയും ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി ബുദ്ധിമുട്ടുകയാണ്. ഇന്ന് ചേച്ചിയെ ഞാൻ പുറത്തു വെച്ച് കണ്ടിട്ടുണ്ടായിരുന്നു. ചേച്ചി റേഷൻ കടയിൽ നിന്നും അരി മേടിച്ച് പോകുന്നതാണ് ഞാൻ കണ്ടത്. ഞാൻ കാശ് കൊടുത്തു, എന്നിട്ട് ആ ചേച്ചി മേടിച്ചില്ല. ഇത് കേൾക്കുന്നതും നമ്മുടെ വേദ പറയുന്നുണ്ട്, അതെല്ലാം ഞാൻ അറിഞ്ഞതാ വിക്രം, എന്ത് ചെയ്യാം, അച്ഛനും അമ്മയും നമ്മൾ കൊടുത്ത കാശൊന്നും സ്വീകരിക്കത്തില്ല, പിന്നെ നമ്മൾ എന്തു ചെയ്യുമെന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട്, ഇവരെന്തിനാ എന്നെ ഇങ്ങനെ ശിക്ഷിക്കുന്നേ? പണ്ട് 21 വർഷങ്ങൾക്ക് മുൻപ് ഞാൻ തെറ്റ് ചെയ്തു എന്ന് പറഞ്ഞ് അച്ഛൻ എന്നെ വെറുത്തു. അന്ന് ഞാൻ പറഞ്ഞു ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ലെന്ന്. അച്ഛൻ അന്ന് എന്നെ ചേർത്ത് പിടിച്ചിരുന്നെങ്കിൽ ഇന്ന് ഞാൻ ഇങ്ങനെ ആവില്ലായിരുന്നു. ഞാൻ എൻ്റെ ശ്രീനിവാസൻ സാറിൻ്റെയോടൊപ്പം പോവില്ലായിരുന്നു. ഞാനൊരു നല്ല മകനായി ഞാൻ ഇന്ന് എത്രയോ വലിയ നിലയിൽ എത്തേണ്ടതായിരുന്നു. അന്ന് എൻ്റെ അച്ഛനും അമ്മയും എന്നെ എത്രത്തോളം സ്നേഹിച്ചിരുന്നു നിനക്കറിയാവോ? ഈ നാട്ടിലുള്ളവർക്കെല്ലാം അസൂയയായിരുന്നു. പക്ഷേ അന്ന് സ്നേഹിച്ചതിനേക്കാൾ 10 ഇരട്ടി വെറുക്കുന്നു അവരെന്നെ. അവരിങ്ങനെ കഷ്ടപ്പെടുന്നത് കാണാൻ എനിക്ക് വയ്യ വേദ, ഞാൻ എന്താ ചെയ്യുക എന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടിട്ട് വേദ പറയുന്നുണ്ട്, വിക്രം വിഷമിക്കല്ലേ, നിനക്ക് ഞാനില്ലേ, എല്ലാം ശരിയാവും. എല്ലാവരും നിന്നെ അംഗീകരിക്കുന്ന ഒരു സമയം വരും. നീ അച്ഛനും അമ്മയ്ക്കും വേണ്ടി ജീവിക്കേ. പണ്ട് നിനക്ക് ഓർമ്മയുണ്ടോ, അവരുടെ വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് അവർക്ക് ഡ്രസ്സ് എടുത്തു കൊടുത്തപ്പോൾ അച്ഛൻ അത് ഇട്ടുകൊണ്ട് സന്തോഷിച്ചു. അതെന്തുകൊണ്ടാ? നീ അധ്വാനിച്ചുണ്ടാക്കിയ കാശ് കൊണ്ട് ഡ്രസ്സ് വാങ്ങിച്ചത് കൊടുത്തുകൊണ്ടാ അവർ അത് സ്വീകരിച്ചത്. അതുപോലെ നീ ഇനി അധ്വാനിച്ചുണ്ടാക്കിയ കാശ് കൊണ്ട് അവരെ നോക്ക്, അപ്പോൾ അവർ നിന്നെ സന്തോഷിക്കും, നിന്നെ കെട്ടിപ്പിടിച്ച് ഉമ്മ തരും എന്നൊക്കെ പറയാണ് വേദ. ഇത് കേട്ടിട്ട് വിക്രമിന് കുറച്ചൊരു ആശ്വാസം ആവുന്നുണ്ട്. വിക്രം വേദയോട് പറയുന്നുണ്ട്, നീ എൻ്റെ ആരാടി? നീ എനിക്ക് വേണ്ടി എന്തെല്ലാം ചെയ്യുന്നു? നീ എന്നെ എത്രത്തോളം സ്നേഹിക്കുന്നു? ഇനി നിനക്ക് ഞാനും എനിക്ക് നീയും എന്ന് പറഞ്ഞുകൊണ്ട് വിക്രം വേദയുടെ കൈകൾ പിടിച്ച് ഉമ്മ വയ്ക്കുന്നുണ്ട്. വാ വിക്രം, നിനക്ക് ഭക്ഷണം എടുത്തു വെച്ച് തരാം എന്ന് പറഞ്ഞുകൊണ്ട് വിക്രമും വേദയും ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോവുകയാണ്. വേദ വിക്രമിനെ ചപ്പാത്തി എടുത്ത് വാരി കൊടുക്കുന്നുണ്ട്. ചപ്പാത്തി ഇങ്ങനെ കൊടുക്കുന്ന സമയത്ത് വേദ പറയുന്നുണ്ട്, അത് എനിക്കൊരു കാര്യം പറയാനുണ്ട് വിക്രം. ഇന്ന് ചേച്ചി എന്നോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ശ്രീചേച്ചി നാളെ മുതൽ ജോലിക്ക് പോവാണ്. ഇത് കേട്ടതും വിക്രം ഒന്നും ഞെട്ടുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, നീ എന്താ പറഞ്ഞ വേദേ, ശ്രീചേച്ചി ജോലിക്ക് പോകുന്നുണ്ടെന്നോ? അപ്പോൾ വേദ കൂളായി പറയുന്നുണ്ട്, അതിനെന്താ വിക്രം, ഇന്നത്തെ കാലത്ത് സ്ത്രീകൾ ജോലിക്ക് പോകുന്നതൊരു വിഷയമാണോ? എല്ലാ വീട്ടിലെയും മിക്കവാറും എല്ലാ വീടുകളിലും സ്ത്രീകൾ ജോലിക്ക് പോകുന്നുണ്ട്. വീട്ടിലെ ആണുങ്ങൾ ജോലിക്ക് പോയില്ലെങ്കിൽ സ്ത്രീകൾക്ക് ഇതല്ലാതെ വേറെ മാർഗമില്ല എന്ന് പറയാണ്. ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട്, അല്ല ശ്രീചേച്ചി പുറത്തു പോയാൽ അമ്മയുടെ കാര്യം വളരെ മോശമായിരിക്കും, അമ്മയ്ക്ക് തീരെ വയ്യ, എന്തു ചെയ്യും? ഇത് കേട്ട് വേദ പറയുന്നുണ്ട്, ഇല്ല ചേച്ചി വീട്ടിലെ കാര്യങ്ങൾ കഴിഞ്ഞേ പുറത്തു പോവത്തുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ചേച്ചി പോട്ടെ, അല്ലാതെ ഒരു നിവൃത്തിയില്ല എന്ന് പറയാണ്. അങ്ങനെ വേദ പ്ലേറ്റെല്ലാം കഴുകി വെച്ച് വിക്രമിനോട് പറയുന്നുണ്ട്, ദേ വിക്രം, നീ ബെഡിൽ കിടന്നോ, ഞാൻ താഴെ കേട്ടോ കിടക്കുന്നേ. ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട്, ദേ നീ എന്താ പറഞ്ഞത്, ഭക്ഷണമെല്ലാം വാരി തന്നെ എൻ്റെ വിശപ്പെല്ലാം മാറ്റിയിട്ട് എന്നോട് മുകളിൽ കിടക്കാൻ നീ താഴെയാണ് പായലാണ് കിടക്കുന്നതെന്നോ? എന്താടി നീ പറയുന്നതെന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ട് വേദ പറയുന്നുണ്ട്, ദേ ഞാൻ പറഞ്ഞത് തന്നെയാ ശരി, കളിക്കാതെ നീ പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക് എന്ന് പറഞ്ഞുകൊണ്ട് വേദ പായ എടുക്കാൻ വേണ്ടിയ പായൽ പിടിച്ചതും അതിലൊരു പല്ലി വേദയുടെ ദേഹത്തേക്ക് അങ്ങ് വീഴുന്നുണ്ട്. വേദ പേടിച്ച് അലറിക്കൊണ്ട് അയ്യോ എന്നും പറഞ്ഞുകൊണ്ട് ഓടിച്ചെന്ന് വിക്രമിനെ അങ്ങ് കെട്ടിപ്പിടിക്കുന്നുണ്ട്. അപ്പോൾ വിക്രം പറയുന്നുണ്ട്, ചിരിച്ചുകൊണ്ട് പറയാണ്, ഓ താങ്ക്സ് പല്ലി. എന്താ വേദേ, നമുക്ക് കുറച്ച് പല്ലികളെ വളർത്തിയാലോ എന്നിങ്ങനെ തമാശ മട്ടിൽ ചോദിക്കുകയാണ്. പിറ്റേന്ന് രാവിലെ തന്നെ ശ്രീജ പണികളെല്ലാം നേരത്തെ തന്നെ കഴിച്ച് ജോലിക്ക് പോകാനായി റെഡിയായി നിൽക്കുന്നുണ്ട്. കമലാമ്മയോട് പറയുന്നുണ്ട്, അമ്മേ ഞാൻ എന്തായാലും പോയിട്ട് വരാം, എല്ലാ ജോലികളും ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട്, അമ്മ ഒന്നും ചെയ്യണ്ട, ഞാൻ വന്നിട്ട് ബാക്കിയുള്ളതെല്ലാം ചെയ്തോളാം. എന്നിട്ട് കമലാമ്മ പറയുന്നുണ്ട്, മോളെ നിനക്ക് ജോലിക്ക് പോകണമെന്ന് നിർബന്ധമാണോ, നീ തീരുമാനിച്ചോ? ഇത് കേട്ട് നമ്മുടെ ശ്രീജ പറയുന്നുണ്ട്, അമ്മേ വേറെ നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ്, അച്ഛൻ്റെ പെൻഷൻ കാശ് കൊണ്ട് നമ്മൾ 5-6 പേര് എങ്ങനെ ജീവിക്കും?
ഇനിയും ഇത് തുറന്നു പോകാൻ വളരെ ബുദ്ധിമുട്ടാമേ. വീട്ടിലെ കാര്യങ്ങൾക്ക് അമ്മയ്ക്ക് അറിയാവുന്നതല്ലേ. ഞാൻ പോയിട്ട് വരാം, ഒരു പ്രശ്നവുമില്ല എന്ന് പറയാം. അപ്പോഴേക്കും അയൽവാസികൾ ശ്രീജയെ വിളിക്കാനായി വരുന്നുണ്ട്. ശ്രീജയെ, നീ വരുന്നില്ലേ? ദേ, നേരം വൈകിയാൽ അവിടെ എത്തിയാൽ അവർ വഴക്ക് പറയൂ കേട്ടോ എന്ന് പറയുന്നുണ്ട്. അപ്പോഴാണ് ഇവർ നന്ദിനിയെ കാണുന്നത്. നന്ദിനിയോട് ചോദിക്കുന്നുണ്ട്, എന്താ നന്ദിനി, നീ വരുന്നുണ്ടോ? എന്തായാലും നീ കൂടി വന്നാൽ ഇവർക്കൊരു ഹെൽപ്പാവില്ലേ? ഇത് കേട്ടതും നന്ദിനി പറയുന്നുണ്ട്, ഞാൻ പുറത്ത് ജോലിക്ക് വരാനോ? അതൊന്നും ശരിയാവത്തില്ല. അകത്തെ ജോലികൾ പോലും ചെയ്യാത്ത നന്ദിനിയുണ്ടോ പുറത്തു പോയി ജോലി ചെയ്യുന്നു? നന്ദിനി പെട്ടെന്ന് വിനയനെ ഒരു തട്ട് തട്ടിക്കൊണ്ട് പറയുന്നുണ്ട്, ദേ മനുഷ്യ, നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് പറയേ. ഉടനെ വിനയൻ എഴുന്നേറ്റ് നിന്ന് പറയുന്നുണ്ട്, ദേ ഇവൾ കൂടി പുറത്ത് പണിക്ക് പോയാലേ ഇവിടുത്തെ കാര്യങ്ങൾ ആരാ നോക്കുന്നത്? പിന്നെ വയസ്സായ അമ്മയുടെ കാര്യങ്ങൾ നോക്കണ്ടേ? ദേ ഈ പ്രായത്തിലുള്ള അമ്മയും വീടും നോക്കാതെ എല്ലാവരും അങ്ങ് പുറത്തേക്ക് പോയാൽ എന്താ ചെയ്യുക? അപ്പോൾ ഇവളിവിടെ വീട്ടിലിരിക്കട്ടെ, വീട്ടുകാര്യങ്ങളും അമ്മയും നോക്കാൻ എന്നിങ്ങനെ പറയുക. ഇത് കേൾക്കുന്ന കമലാമ്മ നമ്മുടെ വിനയനെയും നന്ദിനിയും ഒന്ന് സൂക്ഷിച്ച് നോക്കുന്നുണ്ട്. കമലാമ്മയ്ക്കും മാഷിനും എല്ലാം ഇവരുടെ സ്വഭാവം നന്നായിട്ട് അറിയാം. മാഷിന് ദേഷ്യം വരുന്നുണ്ട്. മാഷ് എഴുന്നേറ്റ് നിന്ന് പറയുന്നുണ്ട്, എടാ നിങ്ങൾ 2 ആൺപിള്ളേർ ഈ വീട്ടിലുണ്ടായിട്ട് ഇവിടെയുള്ള ഒരു സ്ത്രീ, ഒരു മരുമകള് ജോലിക്ക് പോവേണ്ട അവസ്ഥ ഉണ്ടായി അല്ലേടാ? അപ്പോൾ വിഷം പറയുന്നുണ്ട്, അച്ഛാ ഞാൻ ജോലിക്ക് പോകാഞ്ഞിട്ടാണോ? എനിക്ക് പറ്റിയൊരു ജോലി കിട്ടാഞ്ഞിട്ടല്ലേ? അപ്പോൾ മാഷ് പറയുന്നുണ്ട്, ഡാ നീ ജോലി ചെയ്യത്തില്ല, നിനക്കത് പിടിക്കത്തില്ലടാ, നിന്നെ എനിക്കറിയാലോ. എന്നാൽ ഇതെല്ലാം കേട്ടുകൊണ്ട് നമ്മുടെ വേദയും വിക്രമും പുറത്ത് നിൽക്കുന്നുണ്ട്. വിക്രം അങ്ങോട്ട് വന്നിട്ട് പറയുന്നുണ്ട്, അച്ഛൻ എന്തിനാ ഇങ്ങനെ വാശി പിടിക്കുന്നത്? എൻ്റെ കയ്യിൽ കാശുണ്ട്, ഞാനത് തരാം. അച്ഛൻ കുറച്ച് സാധനങ്ങൾ മേടിക്കുകയെന്ന് പറയാം. അത് കേട്ടതും മാഷിന് ദേഷ്യം വരുന്നുണ്ട്. നീ ആരടാ ഈ വീട്ടിലെ കാര്യങ്ങൾ അന്വേഷിക്കാൻ? ഞാൻ പറഞ്ഞിട്ടില്ലേ ഈ വീട്ടിൽ കയറരുതെന്ന്? ഞാൻ നിൻ്റെ അച്ഛനുമല്ല, നീ എൻ്റെ മകനുമല്ല. ഞാനിത് എന്നോ നിന്നോട് പറഞ്ഞിട്ടുള്ളതാ. പിന്നെ നിൻ്റെ കാശെന്ന് പറയുന്നത് വല്ലവനെയും അടിച്ചുണ്ടാക്കിയ കാശല്ലേ? അത് ഞങ്ങൾക്കിവിടെ ആവശ്യമില്ല ഞങ്ങൾ പറഞ്ഞില്ലേ? അങ്ങനെ നിൻ്റെ കാശ് സ്വീകരിക്കേണ്ട ഒരു ഗതികേട് എനിക്ക് വന്നാൽ ഞാനും ഇവളും ഒരു കുപ്പി വിഷം വാങ്ങി കഴിച്ചങ്ങ് മരിക്കും എന്ന് പറയാണ്. ഇത് കേൾക്കുന്നതും എല്ലാവർക്കും വിഷമാവുന്നുണ്ട്. പിന്നീട് കമലാമ്മ പറയുന്നുണ്ട്, ഒരുത്തി ഇവിടെ വലതുകാല് വെച്ച് കയറിയതും ഇവിടെയുള്ള ഒരു മരുമകൾ പുറത്തു പോയി ജോലി ചെയ്യേണ്ട ഒരു അവസ്ഥ വന്നു. നല്ല രാശിയുള്ള മരുമകളാ ഇവിടെ കയറി വന്നിരിക്കുന്നത് എന്ന് പറയുന്നുണ്ട്. ഇത് കേട്ടത് നമ്മുടെ നന്ദിനിക്കൊരു സംശയം, തന്നെക്കുറിച്ചാണോ അമ്മ ഈ പറയുന്നതെന്ന്. നന്ദിനി ഇങ്ങനെ കമലാമ്മയുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ചോദിക്കുന്നുണ്ട്, അമ്മ എന്നെക്കുറിച്ചാണോ ഈ പറഞ്ഞത്, അതോ അവളെക്കുറിച്ചോ എന്നിങ്ങനെ വേദയുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് പറയാണ്. അവളെ അല്ലാതെ വേറെ ആരെയാണ് ഞാൻ പറയുന്നതെന്ന് കമലാമ്മ കുറച്ച് തറപ്പിച്ചങ്ങ് പറയുന്നുണ്ട്. വിക്രം വേദയും വിളിച്ചുകൊണ്ട് റൂമിലേക്ക് പോകുന്നുണ്ട്. റൂമിലെത്തിയതും വിക്രം പറയുന്നുണ്ട്, എന്തിനാടി അമ്മ നിന്നോട് ഇത്രയും ദേഷ്യം കാണിക്കുന്നത്? എന്നോട് ദേഷ്യം കാണിച്ചോട്ടെ, ഒരു തെറ്റും ചെയ്യാത്ത നിന്നോടെന്തിനാ അമ്മയ്ക്ക് ഇത്രയ്ക്ക് ദേഷ്യം? ആണ് എനിക്ക് സഹിക്കാൻ കഴിയാത്തത്. ഇത് കേട്ട് വേദ പറയുന്നത്, അത് അമ്മ എന്നെയല്ലേ പറയുന്നത്? നിന്റെ അമ്മയല്ലേ, നമ്മുടെ അമ്മ. എന്നെ പറഞ്ഞോട്ടെ, എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ, എനിക്ക് ഒരു പ്രശ്നവുമില്ല, ഞാനത് കാര്യമായിട്ട് എടുക്കുന്നതേ ഇല്ല. ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട്, നിനക്ക് പ്രശ്നമില്ലായിരിക്കും, പക്ഷേ അത് കേൾക്കുന്ന സമയത്ത് എനിക്ക് ഒരുപാട് വിഷമാവുന്നുണ്ട്. നീ ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ. പിന്നെ ആ നന്ദിനി ചേച്ചി കണ്ടില്ലേ, എപ്പോൾ താക്കം കിട്ടിയാലും നിന്നെ കുറ്റം പറയത്തേ ഉള്ളൂ. ഇത് കേട്ട് വേദ പറയുന്നുണ്ട്, നന്ദിനി ചേച്ചിക്കുള്ളത് ഞാൻ അപ്പോൾ കൊടുക്കുന്നുണ്ട്. വിക്രം അറിയാഞ്ഞിട്ടാ, നന്ദിനി ചേച്ചിക്ക് കുറച്ച് ഓവറാ. ഉള്ളത് എന്തായാലും ഞാൻ കൊടുക്കുന്നുണ്ട്. വിക്രം, നീ പോവാനായിട്ട് ഇറങ്ങിയതല്ലേ, വേഗം ചെല്ലെന്ന് പറയുന്നുണ്ട്. അങ്ങനെ വിക്രം വർക്ക്ഷോപ്പിലേക്ക് പോകുന്നുണ്ട്. അങ്ങനെ ശ്രീജ ജോലിക്കായി കമ്പനിയിൽ എത്തുന്നുണ്ട്. അവിടെ എത്തിയതും ഒപ്പമുണ്ടായിരുന്ന സ്ത്രീ പറയുന്നുണ്ട്, ദേ ആ കാണുന്ന മാനേജറുണ്ടല്ലോ, ആ സ്ത്രീയാണ് ഇവിടുത്തെ കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്നത്. അവരോട് നല്ലപടി നിന്നോളണം. അവരാണ് ഇവിടെ ആരെ എടുക്കണം ആരെ പുറത്താക്കണം എന്നൊക്കെ തീരുമാനിക്കുന്നത്. നല്ല സ്വഭാവമൊന്നുമല്ല, ഒന്ന് സൂക്ഷിച്ചും കണ്ടും നിന്നോളണം എന്ന് ശ്രീജയോട് പറയുന്നുണ്ട്. ശ്രീജ അവരുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. അവരിങ്ങനെ ദേഷ്യത്തോടെ വല്ല ഗൗരവത്തിലിങ്ങനെ നോക്കുകയാണ്. ഇതാരാണെന്ന് ചോദിക്കുന്നുണ്ട്. ഒപ്പമുണ്ടായിരുന്നവർ പറയുന്നുണ്ട്, പുതിയ ജോലിക്ക് വന്നതാ, നിങ്ങളെ കാണാൻ വേണ്ടി വന്നതാണെന്ന് പറയുന്നുണ്ട്. ഉടനെ മാനേജർ ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് തയ്യലെല്ലാം നിങ്ങൾ പഠിച്ചതാണോ, എക്സ്പീരിയൻസ് ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. ഞാൻ പഠിച്ചതാണ്, 3 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്, സർട്ടിഫിക്കറ്റും ഉണ്ടെന്ന് പറയുന്നുണ്ട് ശ്രീജ. ശരി കറക്റ്റ് സമയത്ത് പണിയെടുക്കാൻ ജോലിക്ക് വന്നോളണം.
എന്തെങ്കിലും തെറ്റ് സംഭവിച്ചാൽ ഓരോ മണിക്കൂർ നേരത്തെ ശമ്പളം ഞങ്ങളങ്ങ് കട്ട് ചെയ്യും. ഇവിടുത്തെ നിയമങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തിട്ടുണ്ടല്ലോ ഇവൾക്ക് എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ശ്രീജ ശരി എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും പോകുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോൾ ടോയ്ലറ്റിൽ പോകാൻ വേണ്ടി ഒപ്പമുള്ളവരോട് ചോദിക്കുന്നുണ്ട്, എവിടെയാണ് ടോയ്ലറ്റ്, എനിക്കൊന്ന് പോകാൻ വേണ്ടിയിട്ടാണെന്ന് പറയുമ്പോൾ അവർ പറയുന്നുണ്ട്, ടോയ്ലറ്റിൽ പോകണമെങ്കിൽ അവിടെ അടുത്തുള്ള ഒരു ഹോട്ടലിൽ 15 രൂപ കൊടുത്ത് ഒരു കോഫി കുടിക്കണം. അത് കഴിഞ്ഞ് അത് കുടിച്ചാൽ മാത്രമേ അവർ ടോയ്ലറ്റിൽ പോകാൻ സമ്മതിക്കൂ എന്ന് പറയാണ്. അപ്പോൾ ശ്രീജ ചോദിക്കുന്നുണ്ട്, അപ്പോൾ ഈ കമ്പനിയിൽ ടോയ്ലറ്റ് ഒന്നും ഇല്ലേ? ഇവിടെയുണ്ട്, പക്ഷേ ആ മാനേജർ സ്ത്രീ ഉണ്ടല്ലോ, അവർ മാത്രമേ അത് ഉപയോഗിക്കത്തുള്ളൂ. ഇവിടെ വേറെ ആരെയും അത് ഉപയോഗിക്കാൻ സമ്മതിക്കില്ല എന്ന് പറയുന്നുണ്ട്. എന്നാൽ അവിടെ നൂറുകണക്കിന് തൊഴിലാളികളുണ്ട്. ഇവരെല്ലാം ഇങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കണ്ട് നമ്മുടെ ശ്രീജ ഇങ്ങനെ അത്ഭുതപ്പെട്ട് നിൽക്കുവാണ്. അങ്ങനെ ശ്രീജ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാനുള്ള സമയമാവുന്നുണ്ട്. ശ്രീജ എല്ലാവരുടെയും ഒപ്പം ചെല്ലുകയാണ്. ഭക്ഷണം കഴിക്കാനായി ഹോൾ എവിടെയെന്ന് ചോദിക്കുന്ന സമയത്ത് അവർ പറയുന്നുണ്ട്, ദേ ഇവിടെ ഇരുന്ന് തന്നെയാണ് ഭക്ഷണം കഴിക്കേണ്ടത്. അവർ കൊണ്ടുപോയത് ഓപ്പൺ ടെറസിലേക്കാണ്. ഒപ്പമുള്ളവർ പറയുന്നുണ്ട്, ദേ മഴയായാലും വെയിലായാലും എന്തു വന്നാലും നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് ഈ ടെറസിലിരുന്നാ. നീ ഇവിടെ ഇരിക്കും, പെട്ടെന്ന് ഭക്ഷണം കഴിച്ചിട്ട് നമുക്കങ്ങ് താഴേക്ക് പോവാം. അല്ലെങ്കിൽ ആ പെണ്ണും പിള്ളയുണ്ടല്ലോ ശമ്പളത്തിൽ നിന്നും കട്ട് ചെയ്യും. നീ ഇവിടെ ഇരിക്കേ. വളരെ ദയനീയാവസ്ഥയിലാണ് ശ്രീജ അവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നത്.